അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1511 സൂറത്തുൽ ഇസ്രാ 78-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖിമിസ് സ്വലാത ലിദുലൂകിശ് ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സദഖല്ലാഹുൽ അലീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഖിമിസ് സ്വലാത ലിദുലൂകിശ് ശംസി, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെന്നി മാറുന്നത് മുതൽ അങ്ങ് നിസ്കാരം മുറ പോലെ അനുഷ്ഠിക്കണം. ഇലാ ഗസഖിൽ ലൈലി, രാത്രി ഇരുൾ മുറ്റുന്നതുവരെ. വ ഖുർആനൽ ഫജ്രി, ഖുർആൻ ഓതിയുള്ള പുലർക്കാല നിസ്കാരത്തിലും അങ്ങ് നിഷ്ഠ പാലിക്കണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, നിശ്ചയം പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം മാലാഖമാരാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഈ സൂക്തത്തിലൂടെ നമ്മൾ കാണുന്നത്. മുൻ സൂക്തങ്ങളുമായുള്ള ഇതിന്റെ ബന്ധത്തെ സംബന്ധിച്ച്, ഘടനാപരമായ ബന്ധത്തെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്, ലമ്മാ ഖററ അംറൽ ഇലാഹിയാത്തി വൽ മആദി വൻ നുബുവ്വാത്ത്, കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിനാവശ്യമായിട്ടുള്ള രേഖകളും പുനർജന്മം ഉണ്ടെന്നും വിചാരണ നേരിടേണ്ടി വരുമെന്നുമുള്ള കാര്യങ്ങളും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമെല്ലാം സ്ഥിരീകരിച്ചപ്പോൾ, അർദഫഹാ ബി ദിക്രിൽ അംരി ബിത്താഅത്തി ബഅദൽ ഈമാൻ, ഈ കാര്യങ്ങളിലൂടെയുള്ള വിശ്വാസം ക്ലിയറാക്കിയതിനു ശേഷം ആ വിശ്വാസത്തിന്റെ ക്ലാരിറ്റിയോടുകൂടെ കർമ്മങ്ങളിൽ, ആരാധനകളിൽ മുഴുകാനുള്ള കൽപ്പനകൾ അല്ലാഹു തആല തുടർന്ന് പറയുകയാണ്. എന്നാൽ അഷ്റഫു ത്വാഅത്തി, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദൽ ഈമാൻ, വിശ്വാസം ഒരാൾ കുറച്ചതിന് ശേഷം ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാഹ്, നിസ്കാരമാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ ഇവിടെ പ്രത്യേകം ഇത്തരമൊരു ശൈലിയിലൂടെ ഉണർത്തുന്നത് എന്നാണ് ഈ സൂക്തത്തിന് മുൻ സൂക്തങ്ങളുമായുള്ള ഘടനാപരമായ ബന്ധം എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറക്കിവിടുന്നതിനാവശ്യമായിട്ട് ശത്രുക്കൾ കുതന്ത്രങ്ങൾ മെനയുന്നതിനെക്കുറിച്ച് ഉണർത്തിയപ്പോൾ അമറഹു തആല ഈ സൂക്തത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാണ് നബിതങ്ങളോട്, ബിൽ ഇഖ്ബാലി അലാ ഇബാദത്തിഹി, അല്ലാഹുവിനുള്ള ആരാധനയിലേക്ക് മുന്നിട്ട് വരണമെന്ന്, ലിക്കൈ യൻസുറഹു അലൈഹിം, അല്ലാഹു തആല നബിതങ്ങളെ ശത്രുക്കൾക്കെതിരെ സഹായിക്കാൻ വേണ്ടി. അതായത് ഫകഅന്നഹു ഖീല ലഹു, നബിതങ്ങളോട് പറയപ്പെട്ടതുപോലുണ്ട് ഈ ആയത്തുകൾ കാണുമ്പോൾ, ലാ തുബാലി ബിസഈഹിം ഫീ ഇഖ്റാജിക മിൻ ബൽദതിക്, തങ്ങളുടെ നാട്ടിൽ നിന്ന് തങ്ങളെ പുറത്താക്കാൻ ശത്രുക്കൾ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട് എന്നതൊന്നും തങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. വലാ തൽതഫിത് ഇലൈഹിം, അവരിലേക്ക് തങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതുമില്ല. അവരവരുടെ പണിയെടുക്കട്ടെ. മറിച്ച് വസ്തഖിൽ ബി ഇബാദത്തില്ലാഹി തആല വദാവിം അലാ അദാഇസ് സ്വലവാത്ത്, അല്ലാഹുവിനെ ആരാധിക്കുന്നതുമായി തങ്ങൾ ജോലിയാവുകയും നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ തങ്ങൾ സ്ഥിരത പുലർത്തുകയും ചെയ്യുക. കാരണം ഫഇന്നഹു തആല യദ്ഫഉ മക്റഹും വശർറഹും അൻക, തങ്ങളെ തൊട്ട് അവരുടെ എല്ലാ ശല്യങ്ങളും ചതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കുന്നതാണ്. വയജഅലു യദക ഫൗഖ ഐദീഹിം, അവരെക്കാൾ തങ്ങളുടെ ശക്തിയും അതേപോലെ തന്നെ തങ്ങളുടെ പ്രൗഢിയും അല്ലാഹു തആല നിലനിർത്തി തരികയും ചെയ്യും. വദീനക ആലിയൻ അലാ ദിയാനിഹിം, അവരുടെ മതങ്ങളെക്കാളെല്ലാം ഉയർന്നു നിൽക്കുന്ന വിധത്തിൽ അങ്ങയുടെ ദീനിനെ, ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നിലനിർത്തി തരികയും ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് തങ്ങൾ നടത്തേണ്ടത്. നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിലൂടെ അത്തരമൊരു മഹാ അനുഗ്രഹം
നമ്മിലേക്ക് വന്നു ചേരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രാധാന്യം അല്ലാഹു തആല ഉണർത്തുകയും ആ ഫർള് നിർബന്ധമായ നിസ്കാരങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ നിർവഹിക്കണം എന്നതിലേക്കുള്ള സൂചന നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ സൂക്തത്തിലൂടെ എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിൽ അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ എന്ന് പറയുന്ന ഈ സൂക്തത്തിലൂടെ 5 നേരത്തെ നിസ്കാരങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ടെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. മധ്യാഹ്നവേളയിൽ സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടാകുന്നതിനിടയിൽ 4 നിസ്കാരങ്ങൾ വരുന്നുണ്ട്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ 4 നിസ്കാരത്തെക്കുറിച്ച് ഇവിടെ മൊത്തത്തിൽ കാണിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആനുൽ ഫജ്രി എന്ന പ്രയോഗത്തിലൂടെ സുബഹി നിസ്കാരത്തിലേക്കും അല്ലാഹു വിരൽ ചൂണ്ടിയിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, ഈ 5 നിസ്കാരങ്ങളുടെ സമയങ്ങൾ സ്പഷ്ടവും അതേപോലെ വിശദവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുന്നത്തിലൂടെ നമുക്ക് കൃത്യമായി വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 നേരത്തെ നിസ്കാരത്തെ അല്ലെങ്കിൽ അതിൽ അറിയപ്പെട്ട സമയങ്ങളെ ആരെങ്കിലും നിഷേധിക്കുകയോ അതിനെ വ്യത്യാസപ്പെടുത്താൻ മെനക്കെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകുന്നതടക്കമുള്ള കടുത്ത തിന്മകൾ അല്ലെങ്കിൽ ശിക്ഷകൾ അവരേറ്റുവാങ്ങേണ്ടി വരും എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വഖദ് ബയ്യനത്തി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാതുറൻ മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി തഫാസീലു ഹാദിഹിൽ ഔഖാത്ത് അലാ മാ അലൈഹി അഹ്ലുൽ ഇസ്ലാമിൽ യൗം മിമ്മ തലഖൗഹു ഖലഫൻ അൻ സലഫിൻ വഖർനൻ ബഅദ ഖർനിൻ കമാ ഹുവ മുഖററുൻ ഫി മവാളിഇഹി. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് വഖദ് ബയ്യനത്തി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ ഇതാ നമ്മിലേക്ക് വിശദീകരിച്ചു വന്നിട്ടുണ്ട്. എങ്ങനെ? തവാതുറൻ മിൻ അഫ്ആലിഹി ബിഅഖ്വാലിഹി വഅഫ്ആലിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ അതുപോലത്തെ പ്രവർത്തനങ്ങൾ എന്നതിൽ നിന്ന് യാതൊരു വിധത്തിലും സംശയിക്കാൻ സാധ്യതയില്ലാത്ത വിധം തവാത്തുറിന്റെ നിലക്ക് വിശദീകരിച്ചു വന്നിരിക്കുന്നു. സുന്നത്ത് വിശദീകരിച്ചിരിക്കുന്നു, അഥവാ നബിചര്യ വിശദീകരിച്ചിരിക്കുന്നു. തഫാസീല ഹാദിഹിൽ ഔഖാത്ത്, ഈ നിസ്കാരങ്ങളുടെ സമയങ്ങളെ അഥവാ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ എന്നീ 4 നിസ്കാരങ്ങളുടെ സമയങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ സുന്നത്ത് തവാത്തുറിന്റെ നിലക്ക് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തവാത്തുറിന്റെ നിലക്ക് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം ഏറ്റവും ഉറപ്പുള്ള തെളിവോടുകൂടെ എന്നാണ്. ആ തെളിവുകൾക്ക് 2 രീതി പറയാറുണ്ട്. തവാത്തുറിന്റെ രീതി, ഖബർ വാഹിദിന്റെ രീതി എന്ന്. അഥവാ ഒരിക്കലും ഒരാൾക്കും സംശയിക്കാൻ പറ്റാത്ത വിധം, അതൊരു കള്ളമാകാനുള്ള സാധ്യത ആരും സമ്മതിച്ചു തരാത്ത വിധം അത്രയും ക്ലാരിറ്റിയുള്ള തെളിവുകൾ. ആ തെളിവുകളിലൂടെ നിമിതങ്ങളുടെ സുന്നത്ത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഈ നിസ്കാരത്തിന്റെ സമയങ്ങളുടെ ഡീറ്റെയിൽസ്. അലാമാ അലൈഹി അഹ്ലുൽ ഇസ്ലാമിൽ യൗം, ഇന്ന് മുസ്ലിമീങ്ങൾ ഏതൊരു വിശ്വാസമാണോ ആ രംഗത്ത് കൊണ്ടു നടക്കുന്നത്, ളുഹറിന്റെ സമയം, അസറിന്റെ നേരം, മഗ്രിബിന്റെ ടൈം, ഇശാഇന്റെ സന്ദർഭം, സുബഹിന്റെ സമയം, ഇതൊക്കെ ഏതു സമയത്താണോ ഇന്ന് വിശ്വാസികൾ കണ്ടെത്തുന്നത്, ആ കണ്ടെത്തുന്നതിന് കൃത്യമായിട്ടുള്ള തെളിവോടുകൂടെയാണ് അവരതിന് അടിസ്ഥാനം പിടിച്ചിരിക്കുന്നത്. മിമ്മാ തലഖൗഹു ഖലഫൻ അൻ സലഫിൻ, മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ ഏറ്റെടുത്തുകൊണ്ട് സാമ്പ്രദായികവും പാരമ്പര്യവുമായിട്ടുള്ള സുദൃഢമായ ശൈലികളിലൂടെ ഓരോ നൂറ്റാണ്ടുകൾക്കും കർണൻ ബഅദ കർണിൻ, ഓരോ നൂറ്റാണ്ടിലും വന്നവർ അതിനുശേഷം വന്നവരിലേക്ക് കൈമാറി കിട്ടിയിട്ടുള്ള മഹത്തായ തെളിവുകളുടെ യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത തെളിവുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് 5 നേരത്തെ നിസ്കാരത്തിന്റെ അതിന്റെ ടൈമും അതിന്റെ മറ്റു വിശദാംശങ്ങളും. അതുകൊണ്ട് തന്നെ 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധത്തെ ആരെങ്കിലും നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നുവെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുക വഴി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന ഗുരുതരമായ കുറ്റമായിരിക്കും അവർ ചെയ്തു കൂട്ടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്.
നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, അല്ലെങ്കിൽ റസൂലുള്ളാഹി ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയവും അതിന്റെ വിശദീകരണവും ഈ ആയത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത് അഖിമിസ് സ്വലാത്ത, തങ്ങൾ നിസ്കാരം നിലനിർത്തണം. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിബന്ധനകളെല്ലാം പാലിച്ച് സമയനിഷ്ഠത ശ്രദ്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദിവസവും ഒരു കാരണവശാലും നിന്നുപോകാത്ത വിധത്തിൽ കൃത്യമായി നിർവഹിക്കാനുള്ള നിർദ്ദേശമാണ്. എങ്ങനെയാ നിർദ്ദേശം പറയുന്നതിൽ? ദുലൂക്കി ശംസി, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഇലാ ഖസഖിൽ ലൈൽ, രാത്രി ഇരുൾ മൂടുന്നതുവരെ ഉള്ള സമയത്തിനിടക്ക് നിസ്കാരം നിലനിർത്തണം. അപ്പോ ഇതിനിടക്ക് നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞ ആ ആയത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തരുന്നത്, ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഉൾക്കൊള്ളണം. അതാണല്ലോ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഖുർആനിലൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണത് വിശദീകരിക്കേണ്ടത്. എങ്ങനെയാണ് ഈ സൂക്തങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പോ ആ ആയത്ത് വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു ളുഹർ നിസ്കാരം, അസർ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, ഇവകളുടെ ടൈം. അപ്പൊ ആ ടൈമിന്റെ മൊത്തത്തിലുള്ള വിശകലനം നമ്മൾ വിശദീകരിച്ചാൽ ഈ പറഞ്ഞ ളുഹർ മുതലുള്ള സൂര്യൻ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് തെറ്റുന്നതോടുകൂടെയാണ് ളുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. പിന്നീട് രാത്രി ഇരുൾമുട്ടുന്നത് വരെയുള്ള സമയത്തിനിടക്ക് 4 നിസ്കാരങ്ങൾ കടന്നുവരുന്നു. അതുകൊണ്ട് ആ 4 നിസ്കാരത്തിലേക്കും സൂചനയാണ് ഈ പറഞ്ഞ അഖിമിസ് സ്വലാത്ത ലിദുലൂക്കി ശംസി ഇലാ ഖസഖിൽ ലൈൽ എന്ന പ്രയോഗം. ഖുർആനിൽ ഫജ്ർ എന്ന് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നിസ്കാരം, അത് നിർവഹിക്കണം, അതിലും നിഷ്ഠ പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുബഹി നിസ്കാരം അല്ലെങ്കിൽ ഫജ്ർ നിസ്കാരം എന്ന് പറയുന്നതും അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു. അങ്ങനെ 5 നേരത്തെ നിസ്കാരം മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം അനുഷ്ഠിക്കുകയും അതിന്റെ സമയവും അതിന്റെ വിശദീകരണങ്ങളും മുത്തുനബിന്റെ സുന്നത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള നിസ്കാരത്തിലെ ഖുർആൻ പാരായണം അത് മലക്കുകളാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതായിരിക്കുന്നുവെന്ന്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞു, ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ഈ നിസ്കാരത്തിൽ പ്രത്യേകമായി നിസ്കാരത്തിന് സാക്ഷ്യം വഹിക്കാൻ വിശ്വാസികളോടുകൂടെ ഉണ്ടാകുമെന്നാണ്. നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഇബ്നു കസീർ അത് വിശദീകരിക്കുന്നു, യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, രാത്രിയിലും പകലിലുമുള്ള പ്രത്യേക സാക്ഷ്യം വഹിക്കേണ്ട മലക്കുകൾ നിങ്ങളിലേക്ക് അടിക്കടി ഇറങ്ങിവരും. വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തിൽ അസ്ർ, സുബഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും അവർ 2 കൂട്ടരും ഒരുമിച്ച് കൂടും. അതായത് ഡേ ഡ്യൂട്ടിക്ക് വരുന്നവർ സുബഹി നിസ്കാരത്തിന്റെ സമയത്തേക്ക് എത്തുന്നു. നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകൾ സുബഹി നിസ്കാരത്തിൽ സംബന്ധിച്ചതിന് ശേഷം അവർ കയറിപ്പോവുകയും ചെയ്യുന്നു. അതേപോലെ ഡേ ഡ്യൂട്ടി അവസാനിക്കുന്നവർ അസർ നിസ്കാരവും കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴേക്ക് നൈറ്റ് ഡ്യൂട്ടിക്കാരായിട്ടുള്ള മലക്കുകൾ അവരും അതിൽ സംബന്ധിക്കാനെത്തുന്നു. അപ്പൊ സുബഹിയിലും അതേപോലെ തന്നെ അസറിലും ഈ 2 സമയത്തെ മലക്കുകൾ, 2 ഡ്യൂട്ടിയുടെ മലക്കുകളും അവരൊരുമിച്ചു കൂടും. അങ്ങനെ ഫയറുജുല്ലദീന ബാതു ഫീക്കും, നിങ്ങളിൽ രാത്രി ഉണ്ടായിരുന്ന ആ മലക്കുകൾ അവർ കയറിപ്പോവുകയും ആകാശത്തേക്ക് കയറിപ്പോകും. അങ്ങനെ ഫയസ്അലുഹും വഹുവ അഅലമു ബിക്കും, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ ആ ഭൂമിയിൽ കണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ അവരുടെ അവസ്ഥ എന്ന്. ഫയഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, അറ്റൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ എത്തുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുക്കുന്ന ഭൂമിയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് അഭിമാനം പറയാൻ മലക്കുകൾ പ്രത്യേകം സമയം കണ്ടെത്തുന്നു എന്നർത്ഥം. അപ്പോൾ അദ്വിധത്തിലുള്ള സംവിധാനത്തിന് ഏറ്റവും പ്രധാനമായി സുബഹിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇവിടെ ഉണർത്തി തന്നിരിക്കുകയാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, നിശ്ചയം പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം അഥവാ പ്രഭാതത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള നിസ്കാരം, ആ നിസ്കാരത്തിൽ മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക പവറായി സുബഹയുടേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ പ്രാധാന്യവും ആ നിസ്കാരം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയും ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തു തിരക്കുകൾക്കിടയിലും ഏതു പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം 5 നേരത്തെ നിസ്കാരത്തെ തള്ളിപ്പറയാനോ അത് ഉപേക്ഷിക്കുന്ന രീതി സ്വീകരിക്കാനോ ഒരിക്കലും തന്നെ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭൗതികമായ കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു, അന്നത്തെ ദിവസം നിസ്കാരത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നവർ, വീട്ടിൽ കല്യാണം നടക്കാനുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ ഇനി ഈ തിരക്കൊക്കെ കഴിയുന്നതുവരെ അതൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്നവർ, നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാക്കി നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നതിൽ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്തവർ, അഥവാ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അപകടവും അതിന്റെ ഗൌരവവും എത്രമാത്രം സങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാത്തവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും 5 നേരത്തെ നിസ്കാരത്തിന്റെ പ്രാധാന്യം അത് സമയബന്ധിതമായി തന്നെ നിർവഹിക്കേണ്ടതിന്റെ നിർബന്ധ ബുദ്ധി അത് കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോകുന്നവരായിരിക്കണം നമ്മൾ. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിമിസ് സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിലനിർത്തണം എന്നാണല്ലോ നബി തങ്ങളോട് കൽപ്പിച്ചത്. നിസ്കാരം നിസ്കരിക്കുന്നവരെന്നല്ലല്ലോ ഖുർആൻ ഒരിടത്തും വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്, മറിച്ച് നിസ്കാരം നിലനിർത്തുന്നവരെന്ന പ്രയോഗമാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ, എപ്പോഴെങ്കിലും സൗകര്യമുണ്ടാകുമ്പോൾ ചെയ്താൽ പോരാ. ഏതു തടസ്സങ്ങൾക്കിടയിലും ഏതു പ്രതിസന്ധികൾക്കിടയിലും സമയബന്ധിതമായി നിർവഹിക്കാൻ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധകർമ്മമാണ് നിസ്കാരം എന്ന ആ മഹത്തായ കൽപ്പനയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സമയത്ത് നിസ്കരിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. ഒരു മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അവന് ഏതൊക്കെ തടസ്സങ്ങളുണ്ടായാലും, യുദ്ധം ശക്തമായി നടക്കുന്ന സമയത്ത് പോലും, ശത്രുക്കളുടെ ഇടയിൽ നിന്നുകൊണ്ടുപോലും നിസ്കാരം നിലനിർത്താൻ കടമയുണ്ടെന്ന് പഠിപ്പിച്ച മഹത്തായ ദീനിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർബന്ധ ബുദ്ധിയെ നമ്മൾ ഗൌരവത്തിലെടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട നിസ്കാരം എന്തെങ്കിലുമൊക്കെ അതിന്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും സമയത്തിന്റെ ബഹുമാനത്തിനു വേണ്ടി ഒരു നിസ്കാരം നിർവഹിക്കുകയും യഥാവിധി നിർവഹിക്കാൻ അനുകൂലാവസ്ഥ വരുമ്പോൾ പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം എന്നുപോലും ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നത് എത്ര അതിന്റെ ഗൌരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഫംഗ്ഷനുകളിലും കല്യാണങ്ങളിലും കളിസ്ഥലങ്ങളിലും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ വിനോദങ്ങളുടെയും മറ്റുമൊക്കെ സന്ദർഭങ്ങൾ നമുക്ക് നിസ്കാരം ഒഴിവാക്കുന്നതിൽ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആത്മീയമായ പരാജയത്തിന്റെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്നത് വല്ലാത്ത ഗൌരവത്തോടെ നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ടല്ലോ, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് 5 നേരത്തെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ പരാജയപ്പെട്ടു പോയാൽ അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ തുടർന്നങ്ങോട്ടുള്ള ഘട്ടങ്ങളിലൊക്കെയും അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതിരിക്കാനും അത് കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും പോരായ്മകൾ അതിൽ വന്നുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരമെന്നോണം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമെന്നോണം സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ കൂടി, പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തും വിത്ർ നിസ്കാരവും ഒക്കെ അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഫർള് നിസ്കാരങ്ങളുടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മോഡറേഷൻ ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതിലൂടെ വഴിയുണ്ടാക്കി തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കുക, പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.